ഏറെ ബഹുമാന്യനും ആദരണീയനുമായ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദരണീയനായ പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ, വേദിയിലുപൂഷ്ഠരായ അതിപ്രധാനികളായിട്ടുള്ള നമ്മുടെ പൊതുപ്രവർത്തന കർമ്മമണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ശ്രീ കമൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, MA ബേബി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, MESൻ്റെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ പുരോഗതിക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെയും നവോത്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് സാമൂഹ്യ വിപ്ലവാത്മകമായ പ്രവർത്തനത്തിലൂടെ രചനാത്മകമായി തെളിയിക്കാൻ നേതൃത്വം കൊടുത്ത മഹത്തായ സംഘടനയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നുള്ളത്. നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ആദരിക്കപ്പെട്ടതായിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട വനിതകൾ മുതൽ ഇന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരെ അതിൻ്റെ ആ മാലയുടെ ഭാഗമായി കടന്നു വരുന്ന പ്രധാനപ്പെട്ടതായ അംശങ്ങളാണ്. 1964 പ്രിയപ്പെട്ട ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ എന്ന അതിപ്രധാനിയായിട്ടുള്ള ഫസൽ ഗഫൂറിൻ്റെ പിതാവിൽ നിന്ന് ആരംഭിച്ചതായ പ്രയാണം ഇന്ന് ഫസൽ ഗഫൂറിലൂടെ കേരളം മുഴുവൻ വ്യാപിച്ച് ലോകത്ത് ഏതെല്ലാം ടെക്നോളജികളുണ്ടോ ആ ടെക്നോളജികൾ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വിജ്ഞാനത്തിൻ്റെ മഹാനിധികുംഭം മുഴുവൻ നുകർന്നെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രാപ്തമാക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്ന ഈ മഹത്തായ സംവിധാനം, അത് സാമൂഹ്യ വിപ്ലവത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും ഒരിടം കൂടിയാണ്. എനിക്കറിയില്ല ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന ഈ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ 50% മറ്റുള്ള സമുദായത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതായിട്ടുള്ള ഒരു ഇതിവൃത്തം തീർത്തതായ കേരളക്കരയിലെ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംഘടനയാണ് MES എന്ന മഹത്തായിട്ടുള്ള ഈ സംഘടന. അതിന് ഡോക്ടർ ഫസൽ ഗഫൂർ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് സ്വന്തം സമുദായത്തിൻ്റെ നവോന്മേഷമായിട്ടുള്ള ഉദ്ധാരണത്തോടൊപ്പം മറ്റുള്ള സമുദായത്തെയും ചേർത്ത് പിടിക്കുന്നതിലൂടെ മാത്രമേ നവോത്ഥാനവും സാമൂഹ്യോദ്ധാരണവും സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരശീല എന്നുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ മകൻ, അവൻ വലിയ ആളായി ഇന്ന് ഉയർന്നു നിൽക്കുകയാണ്. ഒരു സാധാരണ തൊഴിലാളിയുടെ, ഒരു മണ്ണെടുക്കുന്നതായിരിക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ മകൻ, ഒരു ചാൻസ് വന്ന സമയത്ത് നന്നായി പഠിക്കും ആ പയ്യൻ. ഞാൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിലേക്ക് ഒരു ശുപാർശയുമായി കിട്ടില്ല എന്നുള്ള ധാരണയിൽ വന്നപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ വരണം, അതൊരു പക്ഷേ ബഹുമാന്യനായ ഫസൽ ഗഫൂറിന് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുടുംബങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഒരു പിടി ശുപാർശകൾ ഉണ്ടായിട്ടും ജീവിതത്തിൻ്റെ ബാക്ക് യാർഡ് ഓഫ് ലൈഫിൽ നിന്ന് കടന്നു വരുന്ന ആ ചെറുപ്പക്കാരന് നിയമനത്തിൻ്റെ ഉത്തരവ് നൽകിയതായ ഒരു വലിയ മനുഷ്യൻ. അതുപോലെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ രംഗത്ത് വേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഉയർന്നു നിൽക്കുകയാണ് 60ാം പിറന്നാളിൻ്റെ ഈ സന്ദർഭത്തിൽ ഗജവീര പ്രതാപത്തോടുകൂടി സാമൂഹ്യ ദർപ്പണത്തിൽ മനോഹരമായ ഉജ്ജ്വലമായിട്ടുള്ള കാൽവെപ്പുകളുമായി മുന്നോട്ട് പോകുന്ന സ്വന്തം പിതാവിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച്, MESൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ഈ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിൽ എല്ലാ അർത്ഥത്തിലും ആധുനിക വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളും സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് നുകർന്നു കൊടുക്കാൻ ഒരു മഹാനിധികുംഭം പോലെ പ്രവർത്തിക്കുന്ന MESൻ്റെ ഈ ഡയമണ്ട് ജൂബിലിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.